السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الله رب محمد صلى عليه وسلم صلى الله تعالى عليه وعلى آله وصحبه وجنوده وجميع مشائخنا الأزهرية الشارياتية وجميع المؤمنين والمؤمنات. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, മനസ്സിൻ്റെ രോഗങ്ങളിൽ നിന്ന് ഏഴാമത്തെ രോഗമായ ദുനിയാവിനോടുള്ള സ്നേഹം, ഹുബ്ബുദ്ദുനിയ. സാധാരണ നമ്മൾ കേൾക്കുന്ന വാക്കാണ് ഹുബ്ബുദ്ദുനിയ റഅ്സു കുല്ലി ഖതീഅ, അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. ആ നിലക്ക് ദുനിയാവ് നമുക്കൊക്കെ വേണം, ദുനിയാവ് ആവശ്യമാണ്. എന്നാൽ ദുനിയാവോടുള്ള സ്നേഹം വലിയ ഡേഞ്ചറാണ്. ദുനിയാവിൻ്റെ സ്നേഹം നമ്മുടെ മനസ്സിൻ്റെ വലിയ ഒരു രോഗമാണ്. ദുനിയാവ് ഇബ്രത്തിന് വേണ്ടിയും എഴുത്തിബാറിന് വേണ്ടിയും ഒരുപാട് ആഖിറത്തെക്കുറിച്ച് ചിന്തിക്കാനും ഉള്ളതാണ്, ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ഉള്ളതാണ് ദുനിയാവ്. ദുനിയാവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് മനസ്സിൻ്റെ വലിയ ഒരു രോഗമാണ്. ദുനിയാവിൻ്റെ മഹബത്ത് അത് ഉഖ്റവിയായ നാശങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നു. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ കിതാബു ദമ്മിദ് ദുനിയ, ബയാനു ദമ്മിദ് ദുനിയ, അതിൽ വളരെ വിശദമായി പറഞ്ഞത് കാണാം. സൂറത്തുൽ ഹദീദ് 20-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യഉലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബും വലഹുൻ വസീനത്തുൻ വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ് കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറൻ സുമ്മ യകൂനു ഹുതാമ വഫിൽ ആഖിറതി അദാബുൻ ശദീദ് വമഗ്ഫിറത്തുൻ മിനല്ലാഹി വറിദ്വാൻ വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. സൂറത്തുൽ ഹദീദ് 20-ാമത്തെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുന്നത് തന്നെ യഉലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബും വലഹുൻ. നിങ്ങൾ അറിഞ്ഞോളൂ, ദുനിയാവിൻ്റെ ജീവിതം അത് കളിയും വിനോദമാണ്, അത് വെറും ഡെക്കറേഷനാണ്. അതോടുകൂടെ സമ്പത്തിൻ്റെ വിഷയത്തിലും മക്കളുടെ വിഷയത്തിലും പെരുപ്പം പറയലും, അതുപോലെ നിങ്ങളുടെ ഇടയിൽ ബടായി വിടുന്നതും ഫഖ്ർ പറയുന്നതും ഈ ദുനിയാവിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് അവസാനം പറഞ്ഞു വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവിൻ്റെ ജീവിതം അത് വഞ്ചനയുടെ സ്വത്താണ്, വഞ്ചന ചെയ്യുന്ന വസ്തുവാണ് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഹദീദ് 20-ാമത്തെ ആയത്തിൽ പറഞ്ഞു. അതിൻ്റെ വിശദീകരണങ്ങളെല്ലാം ഈ ആയത്തിൻ്റെ തഫ്സീറുകളിൽ മുഫസ്സിരീങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹിം എഴുതിയത് നാം മനസ്സിലാക്കേണ്ടതുമുണ്ട്. ഏതായാലും ചുരുക്കി പറയാം, ദുനിയാവോടുള്ള മഹബത്ത് വളരെ മോശപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾ പഠിപ്പിച്ചു, 6 കാര്യങ്ങൾ അമലുകളെ നഷ്ടപ്പെടുത്തുന്നു. 1, മഖ്ലൂക്കിൻ്റെ ഒയൂബ്, അയബുകൾ നോക്കി നടക്കുന്ന സ്വഭാവം, അത് നമ്മുടെ അമലുകളൊക്കെ പൊളിച്ചു കളയും. മറ്റുള്ളവരുടെ അയബുകൾ നോക്കി നടക്കുക. 2-മത്തത് മനസ്സ് കട്ടിയാകുക, നല്ലതൊന്നും സ്വീകരിക്കൂല, നല്ല വിഷയം പറഞ്ഞാൽ അനുസരിക്കൂല. അങ്ങനെ കട്ടി മനസ്സുണ്ടാകുക എന്ന് പറയുന്നത് നമ്മുടെ അമലുകളൊക്കെ നഷ്ടപ്പെടുത്തുന്ന സംഗതിയാണ്. 3-മത്തത് ദുനിയാവിനോടുള്ള മഹബത്ത്. ദുനിയാവിൻ്റെ മഹബത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ അമലുകൾ അത് പായാക്കി കളയും, നഷ്ടപ്പെടുത്തും. 4-മത്തത് ഹയാഇൻ്റെ കുറവ്, ലജ്ജയുടെ കമ്മി, ലജ്ജയുടെ കുറവ്. അതുപോലെ 5-മത്തത് നീണ്ട ആഗ്രഹങ്ങൾ, തൂലുൽ അമൽ, മേലും കൊതികൾ, നീണ്ടതായ ആഗ്രഹങ്ങൾ. അതുപോലെ 6-മത്തത് അതിരുവിട്ട അക്രമങ്ങൾ ചെയ്യുക എന്നൊക്കെ. ഈ 6 സംഗതികളും അമലുകളെ നഷ്ടപ്പെടുത്തുമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് കൻസുൽ ഉമ്മാൽ, കിതാബുൽ മവാഇൽ, ഖിസ്മുൽ അഖ്വാൽ, ഫസ്ൽ 6 4416-ാമത്തെ ഹദീസിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് കാണാം. ബഹുമാനപ്പെട്ട അലിയുൽ മുത്തഖിൽ ഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി കൻസുൽ ഉമ്മാലി ഫി സുനനിൽ അഖ്വാലി വൽ അഫ്ആൽ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിന്റെ 16-ാമത്തെ വാല്യത്തിൽ 4416-ാമത്തെ ഹദീസ് ഉദ്ധരിക്കുന്നത് ഈ ഹദീസാണ്. 6 കാര്യങ്ങൾ അമലുകളൊക്കെ
നഷ്ടപ്പെടുത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഹദീസ്. അപ്പോൾ ദുനിയാവിൻ്റെ മഹബത്തിനെ സംബന്ധിച്ച് നമ്മൾ ധാരാളം മനസ്സിലാക്കേണ്ടതുണ്ട്. ദുനിയാവിൻ്റെ മഹബത്ത് അത് ഉഖ്റവിയായ നാശമുണ്ടാക്കുന്നു. ആ സമയത്ത് അങ്ങനെയാകുമ്പോൾ ഈ ദുനിയാവ് വളരെ മോശപ്പെട്ടതാണെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഒരുപാട് ചരിത്രങ്ങളിൽ മഹാന്മാർ പഠിപ്പിച്ചത് കാണാം. ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഒയൂനുൽ ഹികായാത്തിൽ ഒരു നീണ്ട ഒരു ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ദുനിയാവിൻ്റെ സ്നേഹം നമ്മെ എവിടത്തേക്ക് എത്തിക്കുമെന്ന് ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സയ്യിദുന ജരീർ റളിയല്ലാഹു അൻഹു, സയ്യിദുന ലൈസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട സയ്യിദുന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, സയ്യിദുന ഈസാ അല നബീന വ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു യാത്രയിലാണ്. യാത്രയിൽ പുറപ്പെടുന്ന സമയത്ത് വൈമധ്യത്തിൽ ഒരാൾ പറഞ്ഞു, ഓ ഈസാ നബി അലൈഹി സ്വലാം, ഞാനും നിങ്ങളെ കൂടെ സഹവാസത്തിൽ വന്ന് പൊരുത്തം വാങ്ങാം, നിങ്ങളെ പുണ്യമേറിയ സഹവാസത്തിൽ ഞാനും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം സമ്മതം കൊടുത്തു. അങ്ങനെ സമ്മതം കൊടുത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ഇയാൾ യാത്ര പുറപ്പെട്ടു. വൈമധ്യത്തിൽ ഒരു കല്ലിൻ്റെ അടുക്കൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും ഒന്ന് ഭക്ഷണം കഴിക്കാം. അങ്ങനെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം കൊണ്ടുവന്നിരുന്ന 3 പത്തിരി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പത്തിരി ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം ഭക്ഷിക്കുകയും മറ്റൊരു പത്തിരി ഈ മനുഷ്യനിക്ക് കൊടുക്കുകയും 3-ാമത്തെ പത്തിരി അവിടെ സൂക്ഷിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം കുറച്ച് സമയത്തിന് വേണ്ടി നദിയുടെ ആ ഭാഗത്ത് പോയി തിരിച്ചു വരുമ്പോൾ, നദീൻ്റെ അടുക്കൽ പോയി വെള്ളം കുടിച്ച് തിരിച്ചു വരുമ്പോഴേക്ക് 3-ാമത്തെ പത്തിരി കാണുന്നില്ല. ആ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാം ഇയാളോട് ചോദിച്ചു, ആ 3-ാമത്തെ പത്തിരി എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്നാൽ നമുക്ക് ഇവിടുന്ന് യാത്ര പുറപ്പെടാം എന്ന്. അവിടുന്ന് യാത്ര പുറപ്പെടുകയാണ്. കൂടെ അദ്ദേഹം യാത്ര ചെയ്തു. അങ്ങനെ ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ വഴിയിൽ ഒരു മാന് 2 സുന്ദരമുള്ള അതിൻ്റെ കുഞ്ഞുങ്ങളെ കൂടെ ഇതാ നിൽക്കുന്നത് കണ്ടു. ആ സമയത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മാനിൻ്റെ ഒരു കുട്ടിയിലേക്ക് ഇഷാറത്താക്കി മുന്നോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കൽപ്പന പ്രകാരം ആ മാൻകുട്ടി ഇതാ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ മുമ്പിലേക്ക് വന്നു. ഈസാ നബി അലൈഹി സ്വലാം അതിനെ അറുക്കുകയും അത് വേവിക്കുകയും എന്നിട്ട് 2 പേരും അതിനെ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അതിൻ്റെ മാംസം ഭക്ഷിക്കുകയും ചെയ്തു. എന്നിട്ട് അതിൻ്റെ എല്ലുകളൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം ഖും ബിഇദ്നില്ലാഹ് എന്ന് പറയുകയും അത് എല്ലാം ഒരുമിച്ച് കൂടിയ എല്ലുകളെല്ലാം അതിൽ നിന്ന് ആ മാന് ഹയാത്താവുകയും ജീവനത്തോടെ, എന്നിട്ട് ആ കുട്ടിയെ അതിൻ്റെ ഉമ്മൻ്റെ അടുക്കലേക്ക് ഈസാ നബി അലൈഹി സ്വലാം അയക്കുകയും ചെയ്തു. എന്നിട്ട് ഈസാ നബി അലൈഹി സ്വലാം ഇദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു തആല തന്ന എനിക്ക് കഴിവ്, അള്ളാഹു എൻ്റെ കയ്യിൽ ഈ വെളിവാക്കിയ മുഅ്ജിസത്ത്, ആ മുഅ്ജിസത്ത് കാണിച്ചു തന്നല്ലോ, ആ റബ്ബിനെ തന്നെയാണ് സത്യം. ആ 3-ാമത്തെ പത്തിരി ആരാണ് എടുത്തത് പറയണം, സത്യമായി പറയണം എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് അറിയില്ല. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം വീണ്ടും യാത്ര പുറപ്പെട്ടു. 2 പേരും ഇങ്ങനെ യാത്ര പോകുമ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു നദിയാണ് കണ്ടത്, ഒരു കടലാണ് കണ്ടത് യാത്ര പോകാൻ. അങ്ങനെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം ഇയാളെ കൈ പിടിച്ചുകൊണ്ട് ഇതാ ആ വെള്ളത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം സഞ്ചരിക്കുകയാണ്. അങ്ങനെ അപ്പുറത്ത് എത്തിയതിന് ശേഷം ഈസാ നബി അലൈഹി സ്വലാം വീണ്ടും സത്യം വെച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഒരു മുഅ്ജിസത്ത് അള്ളാഹു എനിക്ക് തന്നു. ഇങ്ങനെ ഒരു മുഅ്ജിസത്ത് തന്ന അള്ളാഹു സുബ്ഹാനഹു തആല എനിക്ക് തന്ന മുഅ്ജിസത്ത് സത്യമായി പറയണം, ആ 3-ാമത്തെ പത്തിരി ആരാണ് എടുത്തത്? അപ്പോഴും ഇയാൾ പറഞ്ഞത് എനിക്ക് അറിയില്ല. ഈസാ നബി അലൈഹി സ്വലാം വീണ്ടും മുന്നോട്ട് പോയി. അങ്ങനെ ഒരു മരുഭൂമിയിലേക്ക് എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് കുറച്ച് മണ്ണുകളൊക്കെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഓ മണ്ണെ സ്വർണമാകണം എന്ന് പറഞ്ഞു. അങ്ങനെ സുബ്ഹാന ജല്ല ജലാലുഹു ആ മണ്ണ് സ്വർണമായി തബ്ദീലായി, സ്വർണമായിട്ടത് മാറ്റം വന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സ്വർണത്തിനെ 3 ഓരിയാക്കി. ഒന്ന് എനിക്കുള്ളത്, മറ്റൊന്ന് നിനക്കുള്ളത്, 3-ാമത്തത് ആരാണോ ആ പത്തിരി ഭക്ഷിച്ചത്, ആ പത്തിരി എടുത്തത് ആ പത്തിരി എടുത്ത ആൾക്കാണ് എന്ന് പറഞ്ഞപ്പോൾ
ഈ മനുഷ്യൻ ഉടനെ പറഞ്ഞു, ആ മൂന്നാമത്തെ പത്രി ഞാനാണ് അത് സൂക്ഷിച്ചിരുന്നത്, ആ മൂന്നാമത്തെ പത്രി ഞാനാണ് എടുത്തത്. ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഈ സ്വർണം മുഴുവനും നീ തന്നെ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഈസാ നബി ഇസ്ലാം അദ്ദേഹത്തെ അവിടെ തന്നെ വിട്ട് ഈസാ നബി ഇസ്ലാം യാത്ര പുറപ്പെടുകയാണ്. ഈ ഒരുപാട് സ്വർണം കണ്ടപ്പോൾ ഇയാൾക്ക് വല്ലാത്തൊരു ആഗ്രഹം, സന്തോഷമായി. ഇത്ര കുറെ സമ്പത്ത് എനിക്ക് കിട്ടിയല്ലോ. അങ്ങനെ ഇദ്ദേഹം സ്വർണം കിട്ടിയ സന്തോഷത്തിലിരിക്കുമ്പോൾ ഇതാ അവിടെ 2 ആളുകൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 2 ആളുകൾ ഈ വലിയൊരു മരുഭൂമിയിൽ ഒരാളെ കാണുകയും അയാളെ കയ്യിൽ ഒരുപാട് സ്വർണം കാണുകയും ചെയ്തപ്പോൾ അവർ 2 പേരും തീരുമാനമെടുത്തു, ഇദ്ദേഹത്തെ കൊന്നുകൊണ്ട് സ്വർണം മുഴുവനും ഞങ്ങൾ പിടിച്ചു വരിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഇദ്ദേഹത്തിനെ കൊല്ലാൻ വരുമ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, എന്നെങ്ങൾ കൊല്ലരുത്, ഈ സ്വർണം നമുക്ക് 3 പേർക്കും ഓഹരിയാക്കാമല്ലോ, അതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ 2 പേരും തൃപ്തിപ്പെടുകയും അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു, നമ്മളെ കൂട്ടത്തിൽ ഒരാള് നമുക്ക് ഭക്ഷണം കഴിക്കണമല്ലോ, അപ്പൊ അതുകൊണ്ട് ഒരാൾ പീടികയിൽ പോയി കുറച്ച് ഭക്ഷണം കൊണ്ടുവരണം, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും സ്വർണം തക്സീം ചെയ്യാം, ഓഹരി വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ ഇതാ അങ്ങാടിയിലേക്ക് ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞയക്കുകയാണ്. ഈ ഭക്ഷണം കൊണ്ടുവരാൻ പോയ ആള് ഭക്ഷണം വാങ്ങിയതിന്റെ ശേഷം ശൈത്വാനി ചിന്തകൾ ഇയാളെ മനസ്സിൽ വന്നു. എന്നിട്ട് ആ ഭക്ഷണത്തിൽ വിഷം കൂട്ടാൻ തീരുമാനിച്ചു. വിഷം കൂട്ടിയാലോ, വിഷം ചേർത്തപ്പെട്ട ഭക്ഷണം കഴിച്ചാല് ആ 2 പേരും മരിച്ചു പോകും, അപ്പൊ സ്വർണം മുഴുവനും എനിക്കെടുക്കാം എന്ന തോന്നൽ ഈ മനുഷ്യനിക്ക് വന്നു. അവിടെയാണെങ്കിലോ സ്വർണത്തിന്റെ മുമ്പിലിരിക്കുന്ന ഈ 2 മനുഷ്യന്മാർ പറഞ്ഞു, നമുക്ക് ഈ ഭക്ഷണം കൊണ്ടുവരുന്ന ആളെ 2 ആളും കൂടിയിട്ടാണ്ട് കൊല്ലണം, എന്നാ നമുക്ക് 2 പേർക്കും ഈ സ്വർണം ഒന്ന് ഊരി വെക്കാമല്ലോ എന്നും തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ ഈ 2 പേരും അദ്ദേഹത്തെ കൊന്നു. എന്നിട്ടോ 2 ആളും ഭക്ഷണം കഴിക്കാനിരുന്നു, വിഷം ചേർത്തപ്പെട്ട ഭക്ഷണം കഴിച്ച് 2 ആളും മരിച്ചു. അങ്ങനെ സുബ്ഹാന ജല്ല ജലാലുഹു സ്വർണം അവിടെ തന്നെ അവശേഷിച്ചിട്ടുണ്ട്. 3 മയ്യത്തുകൾ, 3 ആളുകൾ മരണപ്പെട്ട ശരീരം ഇതാ അവിടെ തന്നെ അവശേഷിച്ചിട്ടുണ്ട്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട കുറച്ച് സമയം കഴിഞ്ഞ് ഈസാ നബി അലൈഹി സ്വലാം അവിടെ വീണ്ടും യാത്ര തിരിച്ചു പോകുമ്പോൾ കാണുന്നത് സ്വർണം ഇതാ നടുവിലുണ്ട്, 3 മയ്യത്തുകൾ പരിസരത്തുണ്ട്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഈ ദുനിയാവ് വഞ്ചനയാണ്, ഇതിനെ തൊട്ട് സൂക്ഷിക്കണം, ദുനിയാവ് വഞ്ചനയാണ്, ഇതിനെ തൊട്ട് സൂക്ഷിക്കണം എന്ന്. ഇതിന്റെ ഹിർസ്, അത്യാഗ്രഹമുണ്ടായാൽ മനുഷ്യൻ അവസാനം ഹലാക്കിലേക്ക് എത്തും എന്ന് ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഉപദേശം ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഒയൂനുൽ ഹികായാത്ത് 1-ാം വാല്യം 179-ാമത്തെ പേജിൽ ഈ ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദുനിയാവിനെ സംബന്ധിച്ച് നമ്മൾ ധാരാളം മനസ്സിലാക്കണം. ദുനിയാവിന്റെ അർത്ഥം തന്നെ ഖരീബ് എന്നാണല്ലോ. ധന എന്നതിൽ നിന്ന് ദുനിയാവ്, അടുക്കുക. ദുനിയാവ് എന്ന് പറയാൻ കാരണം ആഖിറത്തിലേക്ക് ചേർത്തിട്ട് മനുഷ്യനോട് വളരെ അടുത്തുള്ളത് ദുനിയാവാണ്. ആദ്യം ദുനിയാവ്, പിന്നെ ആഖിറം. അതുപോലെ ആഗ്രഹങ്ങൾ, രസങ്ങൾ, അതിന്റെ കാരണം കൊണ്ട് മനുഷ്യന്റെ മനസ്സിനോട് അടുത്തുള്ളതും ദുനിയാവാണല്ലോ. അതുകൊണ്ടൊക്കെ ദുനിയാവിനിക്ക് ദുനിയാവ് എന്ന് പേരുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ ബദ്രുദ്ദീനിൽ ഐനി റഹ്മത്തുള്ളാഹി അലൈഹി ഉംദത്തുൽ ഖാരി ശറഹ് സ്വഹീഹിൽ ബുഖാരി കിതാബ് ബദിൽ വഹി ബാബു കൈഫ കാനയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് കാണാം, ദാറുൽ ആഖിറത്തിന്റെ മുമ്പുള്ള എല്ലാ സൃഷ്ടിയും ദുനിയാവാണ്. ദാറുൽ ആഖിറത്തിന്റെ മുമ്പിൽ എല്ലാ മഖ്ലൂഖും ദുനിയാവാണ് എന്ന് ബഹുമാനപ്പെട്ട ബദ്രുദ്ദീൻ ഐനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. മാത്രമല്ല അബ്ദുൽ ഗനി നാബുൽസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഹദീഖത്തുൻ നദിയ ഇന്നദ് ദുനിയ ഫാനിയ എന്ന അധ്യായത്തിൽ 1-ാം വാല്യം 17-ാമത്തെ പേജിൽ പറയുന്നത്, ഈ പരിഗണന നൽകിക്കൊണ്ട് സ്വർണവും വെള്ളിയും അതുപോലെ അതിൽ നിന്ന് വാങ്ങപ്പെടുന്ന എല്ലാ വസ്തുക്കളും, അത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം, അത്യാവശ്യമുള്ളതും അത്യാവശ്യമില്ലാത്തതും എല്ലാം ദുനിയാവിന്റെ പരിധിയിൽ പെടുമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ ഗനി നാബുൽസി റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഹദീഖത്തുൻ നദിയയിൽ പറയുകയാണ്. എന്നാൽ ദുനിയാവിൽ ഏതാണ് നല്ലത്, ഏതാണ് മോശമുള്ളത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ദുനിയാവിന്റെ വസ്തുക്കൾ 3 വിധമുണ്ട്. ദുനിയാവിന്റെ വസ്തുക്കൾ 3 വിധം. ദുനിയാവിന്റെ വസ്തുക്കൾ ആഖിറത്തിലും കൂടെ ഉണ്ടാകുന്നതുണ്ട്. അതിന്റെ മൻഫഅത്ത് മരണത്തിന്റെ ശേഷവും നമുക്ക് ലഭിക്കും. അത് ഇൽമാണ്, അതുപോലെ അമലാണ്.
അമൽ എന്ന് പറഞ്ഞാൽ ഇഖ്ലാസോടുകൂടെ അള്ളാഹുവിലേക്ക് ചെയ്യുന്ന ഇബാദത്തുകൾ. അതുപോലെ ദുനിയാവിന്റെ ഇങ്ങനെയുള്ള ദുനിയാവിന്റെ ഓഹരി അത് മഹ്മൂദാണ്, സ്തുതിക്കപ്പെട്ടതാണ്. കാരണം ആഖിറത്തും കൂടി കിട്ടുന്ന ദുനിയാവാണ്. അപ്പൊ ദുനിയാവിന്റെ വസ്തുക്കൾ 3 വിധം. ഒന്ന്, ആഖിറത്തിലും കൂടി കിട്ടും, മരണപ്പെട്ടതിന്റെ ശേഷം ഉപകാരമുണ്ടാകും. അത് ഇൽമ്, അതുപോലെ ഇഖ്ലാസോടെ കൂടെയുള്ള ഇൽമും അതനുസരിച്ചുള്ള പ്രവർത്തനവും ഇബാദത്തും, ഇതെല്ലാം ഈ ദുനിയാവിൽ ചെയ്യുന്നത് അത് ആഖിറത്തിലും നമുക്ക് ഉപകാരമുണ്ടാകും. രണ്ടാമത്തത്, അതിന്റെ ഫായിദ ദുനിയാവിൽ മാത്രം ഉണ്ടാകും, ആഖിറത്തിലുണ്ടാവൂല, ആഖിറത്തിൽ ഫലം ഉണ്ടാവൂല. കാരണം അതിലൊന്നും ആ സമ്പത്തിന്റെ ഹുക്കൂക്കോ അല്ലെങ്കിൽ ദുനിയാവിന്റെ ഹുക്കൂക്ക് പാലിക്കാതെ അള്ളാഹുവിന്റെ കൽപ്പനൊന്നും സ്വീകരിക്കാതെ വെറും ദുനിയാവ് ആഖിറത്തിലേക്ക് ഒരു അംശവും അതിന്റെ ഫലവും ഇല്ലാത്ത വിധത്തിൽ ദോഷങ്ങളിൽ രസിക്കുക. അതുപോലെ വസ്തുക്കളിൽ വ്യാപകമായി ഫായദ എടുക്കുക. ഭൂമിയാവട്ടെ, സമ്പത്താവട്ടെ, സ്വർണം, വെള്ളി, നല്ല ഡ്രസ്സുകൾ, നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. പക്ഷേ ആഖിറത്തിൽ ഉപകരിക്കാത്ത വിധത്തിൽ, ആഖിറത്തിൽ ഫലം കിട്ടാത്ത വിധത്തിൽ, അതിന്റെ ഹുക്കൂക്കൊന്നും പാലിക്കാത്ത വിധത്തിൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ ദുനിയാവിൽ വളരെ മോശപ്പെട്ടതിൽ പെട്ടതാണ്. മൂന്നാമത്തത്, വസ്തുക്കൾ അത് നന്മകളിൽ സഹായിക്കുന്നു. അതായത് അത്യാവശ്യമായ ഭക്ഷണം, അത്യാവശ്യമായ വസ്ത്രങ്ങൾ, ഇത് ആഖിറത്തിൽ നന്മകൾ ചെയ്യാൻ വേണ്ടി ഉപകാരം സിദ്ധിക്കുന്ന വിധത്തിൽ അത് മഹ്മൂദാണ്. അത് ദുനിയാവിൽ ഫൗരിയായ ഫായിദ, അതുപോലെ ലദ്ദത്ത് മഖ്സൂദ് ഉണ്ടെങ്കിൽ അത് മോശമായി കാണും. ദുനിയാവിൽ വെറും ഒരു ഉടനെ കിട്ടുന്ന ഒരു ഫായിദ മാത്രം അല്ലെങ്കിൽ ലദ്ദത്ത് മാത്രം ഉദ്ദേശിച്ചു കൊണ്ടാണോ ഇങ്ങനെ ഭക്ഷണവും എല്ലാം ഉപയോഗിക്കുന്നത്? എന്നാൽ ഇത് മോശപ്പെട്ടത് തന്നെയാണ്. അതേ സ്ഥാനത്ത് ആഖിറത്തിൽ ഉപകരിക്കാൻ വേണ്ടി നമ്മുടെ നന്മകൾക്ക് സഹായം ലഭിക്കുന്ന വിധത്തിൽ ഇത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ ശക്തിക്ക് വേണ്ടിയിട്ടും ഇബാദത്തിന്റെ ശക്തിക്ക് വേണ്ടി മറ്റും ഉപയോഗിക്കുന്നത് അത് പ്രോത്സാഹമാണ്, അത് മഹ്മൂദാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീൻ കിതാബു ദമ്മിദ് ദുനിയ ബയാനു ഹഖീഖത്തി ദുനിയയിൽ വിശദമായി പറഞ്ഞത് കാണാം. ഏതായാലും ദുനിയാവിൻ്റെത് ഏത് പ്രവർത്തനമാണ് അള്ളാഹുവിന് വേണ്ടിയുള്ളത്, ഏത് അല്ല എന്നതും നാം ചിന്തിക്കേണ്ടതുണ്ട്. ദുനിയാവിന്റെ കാര്യങ്ങൾ, ദുനിയാവിന്റെ പ്രവർത്തനങ്ങൾ അത് 3 വിധമാണ്. ചില പ്രവർത്തനങ്ങൾ അത് അള്ളാഹുവിനിക്ക് അല്ല, അള്ളാഹുവിനിക്കാണ് എന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല. ചില പ്രവർത്തനങ്ങൾ അത് അള്ളാഹുവിന് വേണ്ടിയാകാൻ ഒരു നിലക്കും സാധ്യതമല്ല, അത് അള്ളാഹുവിനിക്ക് വേണ്ടി ഒരിക്കലും ആവുകയില്ല. ഹറാമായ പ്രവർത്തനങ്ങൾ, ജായിസല്ലാത്ത പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമാണ്. രണ്ടാമത്തെ, ചില പ്രവർത്തനങ്ങൾ അത് അള്ളാഹുവിന് വേണ്ടിയുമാകാം, അവന്റെ അല്ലാത്തവർക്കുമാകാം. ചിന്തിക്കുന്നത്, അതുപോലെ രസങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കുന്നത്, ഇതെല്ലാം ജനങ്ങളുടെ ഭാഗത്തിന് സ്വീകാര്യത കിട്ടാൻ വേണ്ടി ജനങ്ങൾ ഒരു മഹാനാണ് വിചാരിക്കണം, അല്ലെങ്കിൽ ജനങ്ങൾ ഒരു നല്ല ആളാണ് വിചാരിക്കണം എന്ന് ചെയ്യുകയാണെങ്കിലോ ആഗ്രഹങ്ങളൊക്കെ പിടിച്ചു വെക്കുന്നതും, അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അത് അല്ലെങ്കിലോ സമ്പത്ത് ബാക്കിയാക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിക്കാതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് അള്ളാഹുവിന് വേണ്ടി അല്ല. അതേ സ്ഥാനത്ത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുകയാണെങ്കിലോ അത് പ്രോത്സാഹമാണ്, അത് മഹ്മൂദാണ്, സ്തുതിക്കപ്പെട്ട സംഗതിയാണ്. മൂന്നാമത്തത്, ചിലത് നഫ്സിന് വേണ്ടി, പ്രത്യക്ഷത്തിൽ കണ്ട അത് നഫ്സിന് വേണ്ടി ആയിരിക്കും, യഥാർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അത് ഭക്ഷണമായാലും വിവാഹമാണെങ്കിലും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ, അത് പ്രത്യക്ഷത്തിൽ നഫ്സിന് വേണ്ടിയാണെങ്കിലും അതെല്ലാം ദുനിയാവല്ല, അത് ആഖിറത്തിനിക്ക് ഉപകാരമുള്ളതാണ്, അത് അള്ളാഹുവിനിക്ക് ഇഷ്ടമുള്ളതാണ്, അതെല്ലാം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യുന്ന സംഗതികളാണ് എന്നൊക്കെ വിശദമായി ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീൻ കിതാബു ദമ്മിദ് ദുനിയ ബയാനു ഹഖീഖത്തി ദുനിയയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ദുനിയാവിന്റെ ആളുകളുടെ മഹത്വം പറയുക എന്ന് പറയുന്നത്, അടിമ ആഖിറത്തിന്റെ ഉപകാരം ചിന്തിക്കുകയാണെങ്കിൽ, ദുനിയാവിൽ നിന്ന് കുറിച്ചെടുക്കുകയാണെങ്കിൽ അതിന് ദുനിയാവിന്റെ ആളെന്ന് പറയില്ല. ആഖിറത്തിൽ ഉപകരിക്കാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ, ആഖിറത്തിന്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ദുനിയാവിൽ നിന്ന് വല്ലതും എടുക്കുകയാണെങ്കിൽ അതിന് ദുനിയാവിന്റെ ആള് എന്ന് പറയാൻ പറ്റൂല. കാരണം അത് ആഖിറത്ത്, അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറയാണ്. ആഖിറത്തിൽ ഉപകാരം കിട്ടാൻ വേണ്ടി ദുനിയാവിൽ ചെയ്യുന്ന കൃഷി ചെയ്ത് ആഖിറത്തിൽ ഉപകാരം കിട്ടണം. ദുനിയാവ് എന്ന് പറഞ്ഞ ആഖിറത്തിലേക്ക് ഉപകാരത്തിന് വേണ്ടി കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട്
നമ്മുടെ സ്വന്തം ആഗ്രഹം തന്നെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അതെല്ലാം മഹ്മൂദാണ്, സ്തുതിക്കപ്പെട്ട സംഗതിയാണ് എന്ന് മഹാന്മാർ പറയുന്നു. അതേ സ്ഥാനത്ത് വെറും നഫ്സിന്റെ ആഗ്രഹത്തിന് വേണ്ടി, നമ്മുടെ ആഗ്രഹം തീർക്കാൻ വേണ്ടി മാത്രമാണ് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഇങ്ങനൊന്നും ചിന്തയില്ലെങ്കിലോ അത് ദുനിയാവ് തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീൻ കിതാബ് ദമ്മി ദുനിയ ബയാനു ഹഖീഖത്തി ദുനിയയിലൊക്കെ വിശദമായി പറഞ്ഞത് കാണാം. മാത്രമല്ല, ദുനിയാവിലുള്ള വസ്തുക്കള് ലദ്ദത്തുകളെ കുറിച്ച് ചിന്തിക്കാനുള്ള ചില സംഭവങ്ങളും ബഹുമാനപ്പെട്ട അബ്ദുൽ ഗനി നാബുൽസി റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഹദീഖത്തു നദിയയിൽ പറയാണ്. കാരണം നമുക്ക് കിട്ടുന്ന ഒരു രസങ്ങളെ സംബന്ധിച്ച് അത് അസ്ലിയായ രസമുണ്ടാകും, അല്ലെങ്കിൽ ആരിളിയായ രസമുണ്ടാകും. അതായത് ഇവിടെ ദുനിയാവിൽ കിട്ടുന്ന രസം സത്യത്തിൽ ഹഖീഖിയായ ലദ്ദത്തല്ല. ദുനിയാവിൽ ഹഖീഖിയായ ലദ്ദത്ത് ഒരു വസ്തുവിലും ഉണ്ടാവില്ല. കാരണം ഇവിടൊക്കെ ഉണ്ടാകുന്നത് ഒരു പ്രയാസം അവസാനിക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായ രസങ്ങളാണ് ഉണ്ടാകുക. ഉദാഹരണം പറയാ, ഭക്ഷണത്തിന്റെ രസം എപ്പോഴാ? ഇവനിക്ക് വിശപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകുമ്പോൾ വിശപ്പിന്റെ ആ വിഷമമുള്ള അതിനെ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇവൻ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഭക്ഷണത്തിന്റെ രസം ഉണ്ടാകും. അതേ സ്ഥാനത്ത് വിശപ്പ് അവസാനിച്ചു കഴിഞ്ഞാലോ ഭക്ഷണത്തിൽ അവനക്ക് രസം അനുഭവിക്കില്ല. അതേപോലെ വെള്ളത്തിന്റെ രസം, അവനിക്ക് ദാഹം ഉണ്ടാകുമ്പോൾ വെള്ളത്തിന്റെ രസം, ആ ദാഹത്തിന്റെ ദാഹം അവസാനിച്ചു കഴിഞ്ഞാലോ പിന്നെ ഈ വെള്ളം കുടിക്കുമ്പോൾ അവനക്ക് ആ ലദ്ദത്ത് രസം ഉണ്ടാവുകയില്ല. എന്നാൽ യഥാർത്ഥ ലദ്ദത്തുകൾ, രസങ്ങളെല്ലാം അത് സ്വർഗത്തിൽ കിട്ടുന്നതാണ്. കാരണം സ്വർഗത്തിൽ പ്രയാസം എന്ന് പറയുന്ന സാധനമില്ല. അവിടെ ആ പ്രയാസം ഹതമാക്കാൻ, അവസാനിക്കാൻ വേണ്ടി ഒന്നും ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല. അതുകൊണ്ട് അവിടുത്തെ വസ്തുക്കള് അത് ഹഖീഖിയായ ലദ്ദത്ത്, യഥാർത്ഥ രസമാണ്. അവിടെ ഭക്ഷിക്കുമ്പോഴും പാനീയം കുടിക്കുമ്പോഴും ആ ലദ്ദത്തുകൾ കിട്ടുന്നത് അസ്ലിയായ രസങ്ങളാണ്. അത് വെറും ഒരു വിശപ്പ് തീർക്കാനോ അല്ലെങ്കിൽ ദാഹം തീർക്കാനുള്ളതല്ല എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ ഗനി നാബുൽസി റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഹദീഖത്തു നദിയ ഇന്നദ്ദുനിയ ഫാനിയ 1-ാം വാല്യം 19-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. മാത്രമല്ല, ദുനിയാവ് എന്ന് പറയുന്നത് ഇബ്ലീസിന്റെ മകളാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഗനി നാബുൽസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്നെ അൽ ഹദീഖത്തു നദിയ ഇന്നദ്ദുനിയ ഫാനിയ 1-ാം വാല്യം 19-ാമത്തെ പേജിൽ തന്നെ പറയുന്നു, സയ്യിദുന അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം ഷാറാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദായ അലിയുൽ ഖവാസ് റഹ്മത്തുള്ളാഹി പറയുന്നു, ദുനിയാവ് ഇബ്ലീസിന്റെ മകളാണ്. ദുനിയാവ് ഇബ്ലീസിന്റെ മകള്, ശൈത്താന്റെ മകളാണ്. അതുകൊണ്ട് ഈ ദുനിയാവിനെ സ്നേഹിക്കുന്ന ആളുകൾ, ഈ ദുനിയാവിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇബ്ലീസിന്റെ മകളെ ഭർത്താവാണ് എന്നാ. ദുനിയാവ് ഇബ്ലീസിന്റെ മകളാകുമ്പോൾ അതിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ആ മകളുടെ ഭർത്താവാണ്. അതായത് ദുനിയാവ് സ്നേഹിക്കുന്ന ആൾക്കാർ ഇബ്ലീസിന്റെ മരുമകനാണ് എന്ന ഉദ്ദേശം. അപ്പൊ ഇബ്ലീസിന്റെ മകള് സ്നേഹിക്കുന്ന ആളാണെങ്കിലോ ഇബ്ലീസ് ഇടയ്ക്കിടയ്ക്ക് മകളെ കാരണം കൊണ്ട് ഇയാളടുക്കൽ വരും. അങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ് അബ്ദുൽ ഗനി നാബുൽസി തങ്ങൾ പറഞ്ഞത്, ഓ സഹോദര, ഇബ്ലീസിനെ തൊട്ട് രക്ഷപ്പെട്ടോ, അവന്റെ മകളായ ദുനിയാവിനോട് ബന്ധം സ്ഥാപിക്കണ്ട, നിനക്കത് വലിയ നാശമായിരിക്കും എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ ഗനി നാബുൽസി റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഹദീഖത്തു നദിയ ഇന്നൻ ദുനിയ ഫാനിയ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ എന്ന അധ്യായത്തിൽ 1-ാം വാല്യം 19-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല, ദുനിയാവ് എന്ന് പറഞ്ഞത് വളരെ മോശപ്പെട്ട രൂപത്തിൽ, ഒരു കിളവത്തിന്റെ രൂപത്തിലാണ് ഉണ്ടാവുക. സയ്യിദുന ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറയാണ്, സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് മുഫസ്സിർ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖിയാമത്ത് നാളിൽ നീല കളറുള്ള വളരെ മോശപ്പെട്ട ഒരു കിളവത്തി, ഒരു വലിയ മോശപ്പെട്ട രൂപത്തിൽ പല്ലുകളൊക്കെ മുന്നോട്ട് വന്ന് പുറപ്പെടുത്ത വിധത്തിൽ ഒരു മോശപ്പെട്ട ഒരു കിളവത്തിയായി ഖിയാമത്ത് നാളിൽ പ്രത്യക്ഷപ്പെടും ഒരു വസ്തു. അപ്പൊ ജനങ്ങളൊക്കെ നോക്കുന്നു, ജനങ്ങളെ മുമ്പിലേക്ക് ഇങ്ങനെ വെളിവാകുമ്പോൾ ചോദിക്കപ്പെടും, ഇത് ആരാ, നിങ്ങൾക്ക് അറിയുമോ? എല്ലാവരും പറയും, ഇതിനെ അറിയാതിരിക്കലാണ് നല്ലത്, നമുക്ക് അതിന്റെ താരുഫ് തന്നെ നമുക്ക് വേണ്ട, പെരിചം തന്നെ നമുക്ക് വേണ്ട, അതിനെ തൊട്ട് അള്ളാഹുവിനോട് കാവലിനെ തേടുന്നു. ആ സമയത്ത് പറയുന്നു, ഇത് ദുനിയാവാണ്, ഈ ദുനിയാവിന് വേണ്ടിയല്ലേ നിങ്ങൾ അഭിമാനം പറഞ്ഞിരുന്നത്, ഈ ദുനിയാവിന് വേണ്ടിയല്ലേ പരസ്പരം കുടുംബബന്ധം മുറിച്ചിരുന്നത്, ഈ ദുനിയാവിന് വേണ്ടിയല്ലേ നിങ്ങൾ പരസ്പരം അസൂയ വെച്ചിരുന്നത്, ഈ ദുനിയാവിന് വേണ്ടിയല്ലേ നിങ്ങൾ പരസ്പരം ശത്രുത വെച്ചിരുന്നത്. അതുകൊണ്ട് ഈ ദുനിയാവിനെ സ്നേഹിച്ച ആളുകൾ നരകത്തിലേക്ക് ഇതാ കൊണ്ടുവരപ്പെടുകയാണ്.
ഈ ദുനിയാവിന്റെ ഈ രൂപത്തിൽ വന്ന ഈ കിളവത്തിയായ ഈ രൂപത്തിൽ ആ ദുനിയാവിനെ നരകത്തിലിടപ്പെടുന്നു. ആ സമയത്ത് ഇതാ അത് വിളിച്ചു പറയുന്നു, പടച്ചവനെ, എന്നെ പിമ്പറ്റ ആൾക്കാരെ ആ കൂട്ടരോടെ എന്റെ വിഭാഗം എവിടെ എന്ന് പറയുമ്പോൾ അവരെയും ഈ ഇതിന്റെ കൂടെ നരകത്തിൽ പ്രവേശിക്കപ്പെടും. അള്ളാഹു പറയും, ആ ദുനിയാവിന്റെ കൂടെ ആ ദുനിയാവിന്റെ ആളുകളെയും അതിൽ കൂട്ടിക്കൊടുക്കണം എന്ന് പറയുമെന്ന് ഹാഫിൾ ഇമാം ഇബ്നു അബി ദുനിയ അവിടുത്തെ മൗസൂഅത്തിലെ റിസാല ദമ്മുദ്ദുനിയ എന്ന് പറഞ്ഞ റിസാല, അതായത് മൗസൂഅത്തിൽ 5-ാം വാല്യം 72-ാമത്തെ പേജിൽ ഇതാ 123-ാമത്തെ വിഷയം ഇതാ ബഹുമാനപ്പെട്ട ഹാഫിൾ ഇബ്നു അബി ദുനിയ രേഖപ്പെടുത്തുകയാണ്. ഏതായാലും ഇത്രമാത്രം ദുനിയാവിന്റെ നാശങ്ങൾ മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ദുനിയാവ് മധുരമുണ്ടാകും, ദുനിയാവ് കാണാൻ മധുരമാണ്, അതിനെ ഹലാലായ മാർഗത്തിൽ സമ്പത്ത് ചെലവാക്കുകയാണെങ്കിൽ, ഹലാലായ മാർഗത്തിൽ സമ്പത്ത് നയിച്ച് അത് അതിന്റെ ഹുക്കൂക്കൊക്കെ പാലിക്കുകയാണെങ്കിൽ വലിയ പ്രതിഫലമാണ്, അവനക്ക് സ്വർഗം പ്രവേശിക്കാം. അതേ സ്ഥാനത്ത് ഹറാമായ റൂട്ടിൽ സമ്പത്ത് ഉണ്ടാക്കി അത് ഹക്കല്ലാത്ത വിധത്തിൽ ചെലവാക്കിയാൽ അവൻ ഈ ദുനിയാവ് അവനിക്ക് ദാറുൽ ഹവാൻ എന്ന നിലക്ക് അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും എന്ന് ബഹുമാനപ്പെട്ട ബൈഹഖി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ശുഅബുൽ ഈമാൻ ബാബും ഫീ ഖബ്ലുൽ യദ് എന്ന ഗ്രന്ഥത്തിൽ എന്ന അധ്യായത്തിൽ 5527-ാമത്തെ ഹദീസായിട്ട് രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുർ റഊഫ് മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അവിടുത്തെ ഫൈലുൽ ഖദീറിൽ പറയുകയാണ്, ദുനിയാവ് ഫീ നഫ്സിഹി മോശമല്ല, ദുനിയാവ് ഫീ നഫ്സിഹി അത് അസ്ലിൽ തന്നെ യഥാർത്ഥത്തിലൊന്നും മോശമല്ല, അത് ആഖിറത്തിലേക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലമാണ്. എന്നാൽ ശരീഅത്തിന്റെ ഇജാസത്തനുസരിച്ച് ദുനിയാവിന്റെ ഏതെങ്കിലും വസ്തുക്കളൊക്കെ കരസ്ഥമാക്കിയാൽ അത് ആഖിറത്തിൽ സഹായം കിട്ടും, അല്ലാത്ത പക്ഷമാണ് ദുനിയാവ് മോശം എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ അബ്ദുർ റഊഫ് മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി ഫൈലുൽ ഖദീർ ഹർഫുദ്ദാൽ 3-ാം വാല്യം 728-ാമത്തെ പേജിൽ പറയുകയാണ്. അതുപോലെ ദുനിയാവിലെ 3 നല്ല പ്രവർത്തനങ്ങൾ എന്ന് ഒരു ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുനിയാവും അതിലുള്ള എല്ലാ വസ്തുക്കളും മൽഊൻ ലഅനത്താക്കപ്പെട്ടതാണ്, എന്നാൽ 3 കാര്യങ്ങൾ വെച്ച്, ഒന്ന് അംർ ബിൽ മഅറൂഫ് നല്ലത് കൊണ്ട് കൽപ്പിക്കുക, രണ്ടാമത്തെ നഹി അനിൽ മുൻകർ ചീത്ത തൊട്ട് വിരോധിക്കുക, മൂന്നാമത്തെ ദിക്റുല്ലാഹി അള്ളാഹുവിന്റെ ദിക്ർ, ഇത് 3 വഹിച്ച് ബാക്കിയെല്ലാം ശപിക്കപ്പെട്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ജാമിഉസ് സഗീർ 4282-ാമത്തെ ഹദീസ് 260-ാമത്തെ പേജിൽ പറയുകയാണ്. അത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അല്ലാമ അബ്ദുർ റഊഫ് മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫൈലുൽ ഖദീറിൽ രേഖപ്പെടുത്തുന്നു, തീർച്ചയായും ഈ പ്രവർത്തനങ്ങൾ നല്ലതുകൊണ്ട് കൽപ്പിക്കുക, ചീത്ത കൊണ്ട് വിരോധിക്കുക, അള്ളാഹുവിന് ദിക്ർ ചൊല്ലുക, ഇതെല്ലാം ദുനിയാവിൽ ചെയ്യപ്പെടുന്ന സംഗതികളാണ്, ദുനിയവിയായ പ്രവർത്തനങ്ങളല്ല. ദുനിയാവിൽ ചെയ്യപ്പെടുന്ന പ്രവർത്തനങ്ങൾ, പക്ഷേ ഇത് ദുനിയവിയായ പ്രവർത്തനങ്ങളല്ല, ഇതെല്ലാം ആഖിറത്തേക്കുള്ള പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് സ്വർഗത്തിന്റെ നിഅമത്തുകൾ ലഭിക്കാൻ ഇതൊരു വസീല മദ്റുത്തിയാണ്. അതുകൊണ്ട് ഇത് ദുനിയവിയായ പ്രവർത്തനമല്ല, ഇത് ഉഖ്റവിയായ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചിട്ട് ഏതൊരു പ്രവർത്തനം ചെയ്താലും അത് ലഅനത്തിനെ തൊട്ട് മുസ്തസ്നയാണ്, ഇസ്തിസ്നയാണ്. കാരണം ദുനിയാവ് എല്ലാം ശപിക്കപ്പെട്ടതാണെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ലഅനത്തിനെ തൊട്ട് മുക്തമാകാൻ അത് കാരണമാണ് എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ അബ്ദുർ റഊഫ് മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി ഫൈലുൽ ഖദീർ ഹർഫുദ്ദാൽ 3-ാം വാല്യം 735-ാമത്തെ പേജിൽ, അതായത് 4282-ാമത്തെ ഹദീസ് ബഹുമാനപ്പെട്ട അബ്ദുർ റഊഫ് മുനാവി റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദുനിയ മൽഊനത്തുൻ മൽഊനും മാ ഫീഹാ, അതായത് ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുസ് സുഹദ് ബാബ് മാ ജാഅ ഫീ, അങ്ങനെ ദുനിയാവിനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്തെല്ലാം പറഞ്ഞത് കാണാം 4 കാര്യങ്ങൾ. അദ്ദുനിയാ മൽഊനത്തുൻ വമൽഊനും മാ ഫീഹാ, ദുനിയാവും ദുനിയാവിലെ സകല വസ്തുക്കളും നശിപ്പിക്കപ്പെട്ടതാണ്, ലഅനത്താക്കപ്പെട്ടതാണ്. ഇല്ലാ ദിക്റുല്ലാഹി വമാ വാലാഹു, ഒന്ന് അള്ളാഹുവിന്റെ ദിക്ർ, അതുപോലെ അള്ളാഹുവിനേക്ക് അടുപ്പിക്കുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്ന സംഗതികൾ വെച്ച്, ഔ ആലിമുൻ ഔ മുതഅല്ലിമുൻ, ഇൽമുള്ള ആളുകൾ, അതുപോലെ ഇൽമു പഠിക്കുന്ന ആളുകൾ വെച്ച്, ബാക്കിയെല്ലാം ദുനിയാവിൽ ശപിക്കപ്പെട്ടതാണ്. അതായത് ഈ 4 കാര്യത്തിന്റെ അതിന്റെ വേണ്ടി ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, അതാണ് ദുനിയാവിൽ പ്രശംസിക്കപ്പെട്ടത്, അല്ലാതെ ദുനിയാവെല്ലാം മോശമാണ് എന്ന് ബഹുമാനപ്പെട്ട തുർമുദി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം.
ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നു, ബഹുമാനപ്പെട്ട ഹക്കീമുൽ ഉമ്മത്ത് അല്ലാമ മുഫ്തി അഹമ്മദ് യാർ ഖാൻ നഈമി റഹ്മത്തുള്ളാഹി അലൈഹി എപ്പോഴും പറയുന്ന വാക്കാണ്, ഇതിൽ പറഞ്ഞ അല്ലാഹു അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഗാഫിലാക്കുന്ന സംഗതിയാണ് ദുനിയാവ്. അള്ളാഹുവിനെ തൊട്ടും അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൊട്ട് ഗാഫിലാക്കുന്ന, അശ്രദ്ധയാക്കുന്ന വസ്തു ദുനിയാവാണ്. അത് അള്ളാഹുവിന്റെയും അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗളബിന് കാരണമുണ്ടാകും. അതേ സ്ഥാനത്ത് ഭാര്യമക്കളെ പോറ്റുക, അതുപോലെ വസ്ത്രം, അതുപോലെ ഭക്ഷണം, വീട്, ഇതെല്ലാം ശരീഅത്തിന്റെ മാറുകാണിക്കൽ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഈ സംഗതികൾ മുഴുവനും അമ്പിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാമിന്റെ ചര്യയായിരിക്കും, അത് ദുനിയാവായിരിക്കുകയില്ല. ശരീഅത്തിന്റെ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ രക്ഷപ്പെടുത്തലോടുകൂടെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അതൊന്നും ദുനിയാവിൽ പെടൂല, അതെല്ലാം അമ്പിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാമിന്റെ ചര്യയാണ് എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ ഹക്കീമുൽ ഉമ്മത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മിർആത്തുൽ മനാജിഹ് 7-ാം വാല്യം 17-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. മാത്രമല്ല ദുനിയാവ് എന്ന് പറയുന്നത് കൊതുകിന്റെ ചെറുകിനേക്കാളും വളരെ മോശപ്പെട്ടതാണ്. ദുനിയാവ് വളരെ മോശപ്പെട്ടതാണ്. അതിനെ വലിയതായി കാണുന്നത് തന്നെ ഒരു ബുദ്ധിയുള്ള ആളുടെ സ്വഭാവമല്ല. കാരണം കൊതുകിന്റെ ചെറുകിനേക്കാളും വളരെ മോശപ്പെട്ട സംഗതിയാണ് അത്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മൽഫൂളാത്ത് കാമിലിൽ ബഹുമാനപ്പെട്ട ആല ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മുഫ്തി ആലം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയ ദുനിയാവിന്റെ മോശത്തെ സംബന്ധിച്ച് വിശദമായി ബഹുമാനപ്പെട്ട മൽഫൂളാത്ത് അല ഹസ്രത്ത് 464-465 പേജുകളിൽ കാണാം. ഹദീസിലുള്ളത് ദുനിയാവ് അള്ളാഹിന്റെ അടുക്കൽ വില ഉള്ള വസ്തുവാണെങ്കിൽ, കൊതുകിന്റെ വില പോലും അതിനൊരു സ്ഥാനമുണ്ടാകുകയാണെങ്കിൽ, വെള്ളത്തിന്റെ ഒരു മുറുക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു തആല സത്യനിഷേധികൾക്ക് ഈ ദുനിയാവിൽ കൊടുക്കുമായിരുന്നില്ല എന്നൊരു ഹദീസ് തുർമുദി കിതാബു സുഹദ് ബാബു മാ ജാഅ അതിൽ പറഞ്ഞ ആ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതോടുകൂടെ ദുനിയാവ് നിന്നതയാണ്. അതുകൊണ്ട് നിന്നതയുള്ള ആളുകൾക്കാണ് അത് കൊടുക്കപ്പെട്ടത്. എപ്പോൾ മുതൽക്കാണോ ദുനിയാവിനെ സൃഷ്ടിക്കപ്പെട്ടത് അന്ന് മുതൽക്ക് റബ്ബ് സുബ്ഹാനഹു തആല ഒരിക്കലും റഹ്മത്തിന്റെ നോട്ടം നോക്കിയിട്ടില്ല. ദുനിയാവ് ആകാശത്തിന്റെയും ഭൂമിന്റെ ഇടയിലുള്ള ജവ്വ്, ഫളാ, വൈഞ്ഞ സ്ഥലത്തോട് ബന്ധിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ദുനിയാവ് എപ്പോഴും ചിലപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കും. പടച്ചറബേ, എന്നെ തൊട്ട് എന്തിനാണ് നീ ഗളബിലുള്ളത്, എന്നോട് എന്തിനാണ് നീ സഹത്തിലുള്ളത്, കോപത്തിലുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞതിന്റെ ശേഷം മറുപടി, ഹബീസത്തെ നീ മിണ്ടാതിരിക്ക് എന്ന് മറുപടി ഉണ്ടാകപ്പെടും എന്നും. എന്നിട്ട് പറഞ്ഞു ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി, സ്വർണം വെള്ളിയും അത് അള്ളാഹുവിന്റെ ശത്രുക്കളാണ്. ആരെങ്കിലും ദുനിയാവിൽ സ്വർണത്തെയും വെള്ളിയെയും സ്നേഹിച്ചാൽ ഖിയാമത്ത് നാളിൽ വിളിക്കപ്പെടുന്നത് എവിടെയാണ്, അള്ളാഹുവിന്റെ ശത്രുക്കളോട് സ്നേഹിച്ച ആളുകൾ എവിടെയാണ് എന്ന് ആഖിറത്തിൽ വിളിക്കപ്പെടും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ദുനിയാവിനെ അവന്റെ ഇഷ്ടദാസന്മാരായ അടിമകളെ തൊട്ട് ഒരുപാട് വിദൂരത്താക്കും. മഹാന്മാര് പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു തആല ദുനിയാവ് എന്ന സാധനത്തിനെ അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളോട് വളരെ ദൂരത്താക്കും. ഉദാഹരണം പറയാം, ഒരു രോഗിയായ കുട്ടിക്ക് ആ കുട്ടിയെ തൊട്ട് കുട്ടിയുടെ പഥ്യത്തിന് വേണ്ടിയും പഥ്യം ലഭിക്കാൻ വേണ്ടി, നാശം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരുപാട് വസ്തുക്കളെ തൊട്ട് ഉമ്മ ഒരുപാട് വിദൂരത്ത് വെക്കും കുട്ടികളെ. അതേപോലെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു തആല ദുനിയാവിനെ തൊട്ട് വിദൂരത്താക്കും എന്നാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബനൂ ഇസ്രായീൽ 11-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, വയദുൽ ഇൻസാനു ബിശ്ശർരി ദുആഅഹു ബിൽ ഖൈരി വകാനൽ ഇൻസാനു അജൂലാ. മനുഷ്യൻ ഷർറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നന്മ ചോദിക്കുന്നത് പോലെ ഷർറിന് വേണ്ടി പ്രാർത്ഥിക്കുകയെന്നും. പക്ഷേ അടിമ ഒരു ധൃതിയുള്ള ആളായതുകൊണ്ട് ചിലപ്പോൾ ഖൈർ ചോദിക്കുന്ന പോലെ ഷർറ് ചോദിക്കുകയാണ് എന്ന് പറയാണ്. അതായത് മനുഷ്യൻ തന്നെ അവന്റെ സ്വന്തം വായ കൊണ്ട് ഷർറുകൾ ചോദിക്കുകയാണ്, അവൻ സ്വന്തത്തിന് വേണ്ടി നന്മ ചോദിക്കുന്നത് പോലെ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അറിയാം അവൻ ചോദിക്കുന്നതിൽ എത്രമാത്രം അവനക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നത് അള്ളാഹു തആല അറിയുന്നു. പക്ഷെ പടച്ച റബ്ബ് സുബ്ഹാനഹു തആല അവനെ ഈ
നുക്സാനുണ്ടാക്കുന്ന, ദുനിയാവിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി അവനിക്ക് ദുനിയാവ് കൊടുക്കുകയുമില്ല. കാരണം സൂറത്ത് ആൽ ഇമ്രാനിൽ 196-97 ആയത്തിൽ പറഞ്ഞതുപോലെ ലാ യഗുറന്നക തഖല്ലുബുല്ലദീന കഫറൂ ഫിൽ ബിലാദ് മതാഉൻ ഖലീൽ സുമ്മ മഅവാഹും ജഹന്നം വബിഅസൽ മിഹാദ്. നിങ്ങൾ വഞ്ചിതരാകരുത്. അവിശ്വാസികൾക്ക് അവർക്ക് ഒരുപാട് നാടുകൾക്ക് സിറ്റികൾക്കൊക്കെ ഇങ്ങനെ ചുറ്റിക്കൊണ്ട് നടക്കുന്നതും അതുപോലെ അതെല്ലാം നിങ്ങൾ വഞ്ചിതരാകരുത്. ആ വിഷയം കണ്ടിട്ട് മതാഉൻ ഖലീൽ, ഇതൊക്കെ കുറഞ്ഞ സമ്പത്താണ്, അവരെ അവസാനം താമസ സ്ഥലം നരകമാണ്, അതുകൊണ്ട് നരകം വളരെ മോശമാണ് എന്ന് സൂറത്ത് ആൽ ഇമ്രാൻ 196-97 ഇത്രമാത്രം വിശദീകരണം ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ റഹിമഹുല്ലയുടെ മൽഫൂലാത്ത് 464-465 ഉണ്ട്. മാത്രമല്ല നാം ചിന്തിക്കേണ്ടതുണ്ട്, ദുനിയാവിന്റെ മഹബത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതെയാക്കൽ എങ്ങനെ. ദുനിയാവിന്റെ മഹബത്തിനെ നമ്മൾ കുറക്കാൻ അതിന് ചികിത്സയായി മഹത്തുക്കൾ പറഞ്ഞത് വളരെ ശ്രദ്ധിക്കുകയും നമ്മുടെ മനസ്സിൽ നിന്ന് ആ ദുനിയാവിന്റെ മഹബത്ത് ഇല്ലാതെയാക്കാൻ പരിശ്രമിക്കുകയും വേണം. അതിനുവേണ്ടി മഹാന്മാർ പറഞ്ഞത് എപ്പോഴും ചിന്തിക്കണം, ദുനിയാവ് ഒരു നിഴൽ പോലെയാണ്. നിഴലിനെ കൊണ്ട് വഞ്ചിതരാകുക എന്ന് പറഞ്ഞാൽ അത് ഹമാക്കത്താണ്, വിഡിത്തരമാണ്. നിഴൽ നമുക്ക് കാണാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, നിഴലിനെ പിടിക്കാൻ പോയാൽ കിട്ടൂല. അതേപോലെ ദുനിയാവ് ഒരു നിഴൽ പോലെയാണ്, അത് കരസ്ഥമാക്കാം, അതിന്റെ പിന്നാലെ വഞ്ചിതനാകുക എന്ന് പറയുന്നത് അത് വലിയൊരു വിഡിത്തരമാണ് എന്ന് മഹാന്മാർ പറഞ്ഞു. അതുപോലെ ദുനിയാവ് ഒരു സ്വപ്നം പോലെയാണ്, സ്വപ്നത്തിനോട് സ്നേഹിക്കുക എന്ന് പറയുന്നത് അത് ബുദ്ധിയുള്ള സ്വഭാവമല്ല. അതുപോലെ ദുനിയാവ് പ്രത്യക്ഷത്തിൽ ഡെക്കറേഷൻ ഉള്ളത്, അതേ സ്ഥാനത്ത് വളരെ മോശപ്പെട്ട ഒരു കിളവത്തിയാണ്. അതുകൊണ്ട് ദുനിയാവിന്റെ യഥാർത്ഥം മനസ്സിലാക്കിയ ആൾക്കാർ ദുനിയാവിന്റെ പിന്നാലെ പോവുകയില്ല. അങ്ങനെ ദുനിയാവിന്റെ യഥാർത്ഥം മനസ്സിലാക്കിയിട്ട് അതിന്റെ പിന്നാലെ പോകുന്നത് അത് ഖേദകരമാണ്. മാത്രമല്ല ദുനിയാവിന്റെ പ്രത്യക്ഷമായ മോശപ്പെട്ട വസ്തുക്കളെ മനസ്സിൽ സ്ഥലം കൊടുക്കുന്നത് അത് വളരെ മോശമാകാൻ കാരണമാണ് എന്നൊക്കെ നാം ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ദുനിയാവിന്റെ സ്നേഹം കുറഞ്ഞു പോകും. മാത്രമല്ല ദുനിയാവ് എന്ന് പറയുന്നത് അതിൽ മനുഷ്യന്റെ ശൈലി എത്രയാണ്, മനുഷ്യൻ ഏത് നിലക്കാണ് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, കുതിരപ്പുറത്തോ മറ്റോ യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര ചെയ്യുന്ന മനുഷ്യൻക്ക് എപ്പോഴും ആഗ്രഹം എന്താ, എവിടെയെങ്കിലും മരം ഉണ്ടായാൽ ആ മരത്തിന്റെ താഴെ കുറച്ചൊന്ന് വിശ്രമിക്കണം. പണ്ട് കാലത്തെല്ലാം യാത്ര പോകുമ്പോൾ എവിടെയെങ്കിലും മരം ഉണ്ടായാൽ അതിന്റെ താഴെ ഒന്ന് കുറച്ച് വിശ്രമിക്കുക, പിന്നെയും യാത്ര തുടങ്ങുക. ഇതേപോലെയാണ് ദുനിയാവിന്റെ അവസ്ഥ. കുറച്ച് നേരം വിശ്രമിക്കുക, പിന്നെ അവിടുന്ന് വിട വേണ്ടി വരും, യാത്രക്കാരനെ പോലെ. അതേപോലെയാണ് ദുനിയാവിന്റെ അവസ്ഥ. ഇങ്ങനെ ദുനിയാവിനെ കാണുന്ന ആൾക്ക് ദുനിയാവിലുള്ള മഹബത്ത് അവന്റെ മനസ്സിൽ അവൻ നടക്കുകയില്ല. മാത്രമല്ല മഹാന്മാർ പറഞ്ഞു, ദുനിയാവ് ഒരു പാമ്പിനെ പോലെയാണ്. സ്പർശിക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിരിക്കും, നല്ല മിൻസമുള്ളതായിരിക്കും, എന്നാൽ അതിന്റെ വിഷം വളരെ ഡേഞ്ചറാണ്. അതുപോലെ ആരുളിയായ താൽക്കാലിക ഉപകാരത്തിന് വേണ്ടി ദായിമിയായ വിഷമം നമ്മളെ ശരീരത്തിലേക്ക് വലിച്ചിടൽ അതൊരു ബുദ്ധിയുള്ള ആളുടെ സ്വഭാവമല്ല. അത് ദുനിയാവിന് വേണ്ടി ആഖിറം മറക്കാൻ പാടില്ല. ദുനിയാവ് എന്ന് പറയുന്നത് ഒരു പാമ്പ് പോലെയാണ്, മിൻസമുള്ള പാമ്പ്, പക്ഷേ വിഷം ഉള്ള കഠോരമായ സാധനമാണ്. അതുപോലെ ദുനിയാവ് ഒരു താൽക്കാലികമായ ചെറിയ ഒരു ഉപകാരമുള്ള സാധനമാണ്. എന്നാൽ ആഖിറം ദായിമിയായ നിഅമത്തുകൾ ലഭിക്കേണ്ട, ആ ദായിമിയായ നിഅമത്തുകൾ ലഭിക്കാനും അവിടെ ദായിമിയായ വിഷമം തീർക്കാൻ വേണ്ടി ദുനിയാവുള്ള സ്നേഹം നമ്മുടെ മനസ്സിൽ നമ്മൾ ഇല്ലാതെയാക്കണം. അതേപോലെ ഒരു വെള്ളത്തിൽ നടക്കുന്ന മനുഷ്യൻ, ആ വെള്ളത്തിൽ നടക്കുന്ന മനുഷ്യന്റെ കാല് എപ്പോഴും ഉണങ്ങാറില്ല. വെള്ളത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ കാല് ഉണങ്ങാറില്ല. അതേപോലെ ദുനിയാവിനോട് സ്നേഹം വെക്കുന്ന ആള് മുസീബത്തിനെ തൊട്ടും ആഫത്തിനെ തൊട്ടും വിട്ടു നിൽക്കാറില്ല. ദുനിയാവിനെ സ്നേഹിച്ചോ അവനക്ക് എപ്പോഴും മുസീബത്തും ആഫത്തായിരിക്കും. അവസാനം ദുനിയാവിന്റെ മഹബത്ത് എന്ന് പറയുന്ന പുയ്ക്കൽ അവന്റെ ഇബാദത്തിന്റെ രസത്തെയും മാധുര്യത്തെയും അല്പാൽപമായി അവസാനിപ്പിക്കുന്നു. കിതാബിലും മറ്റൊക്കെ ഉണ്ടാകുന്ന ദീമക്ക്, ചെതല്, അങ്ങനെ മറ്റു വസ്തുക്കൾ, മരങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത് എങ്ങനെ അത് തിന്ന് നശിപ്പിക്കും, മരങ്ങളൊക്കെ നശിപ്പിക്കുന്നത് പോലെ ദുനിയാവോടുള്ള സ്നേഹം എന്ന് പറയുന്ന പുയ്ക്കള് അത് നമ്മുടെ ഇബാദത്തിന്റെ രസങ്ങളെയും മാധുര്യത്തെയും അല്പാൽപമായി അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ ദുനിയാവിന്റെ ആഗ്രഹിക്കുന്ന ആൾക്കാര് കടലിലെ വെള്ളം പോലെയാണ്. ദുനിയാവിനെ സ്നേഹിക്കുന്ന ആൾക്കാർ കടലിന്റെ വെള്ളത്തിൽ നിന്ന് വെള്ളം കുടിച്ച് ദാഹം തീർക്കാൻ പോയ പോലെയാണ്.
കടലിന്റെ വെള്ളം എത്ര കുടിച്ചാലും ദാഹം തീരുകയില്ല. എത്രമാത്രം കടലിലെ വെള്ളം കുടിക്കും അതിനനുസരിച്ച് ദാഹം കൂടാ ചെയ്യുക. അതേപോലെയാണ് ദുനിയാവ്. ദുനിയാവിന്റെ സ്നേഹം നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു അതേപോലെ ദുനിയാവിന്റെ സ്നേഹം കൂടി കൂടി വരും. പക്ഷേ അവന്റെ ദാഹം തീരുകയില്ല. അതോടുകൂടെ ആഖിറം രക്ഷപ്പെടുകയുമില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതേപോലെ നല്ല നല്ല ഭക്ഷണം നല്ല കഴിക്കുമ്പോൾ പക്ഷെ ഭക്ഷണം അവസാനമായി മാറുന്നത് നജസാണ്, മോശപ്പെട്ട വസ്തുവാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ല നല്ല ഭക്ഷണം പല പേരിലുള്ള ഭക്ഷണമായിരിക്കും. ആ ഭക്ഷണം നമ്മൾ കഴിച്ചതിന് ശേഷം അതിന്റെ അവസാനം അന്ത്യം നജസോ അല്ലെങ്കിൽ മോശപ്പെട്ട വസ്തുക്കളാണ് ആ ഭക്ഷണമാകുക. അതേപോലെയാണ് ദുനിയാവിനെ സ്നേഹിക്കുന്ന ആളുകൾ. ദുനിയാവിന്റെ സ്നേഹം അവസാനം പ്രയാസത്തോടുള്ള മരണം പോലോത്ത അന്ത്യത്തിലേക്ക് എത്തും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ ദുനിയാവ് ജനങ്ങളെ വഞ്ചിക്കാനുള്ളതാണ്. അതോടുകൂടെ ഈമാനെ നശിപ്പിക്കാൻ, ഈമാനെ ബലഹീനമാക്കാനുള്ളതാണ് ദുനിയാവ് എന്ന് നാം എപ്പോഴും ചിന്തിക്കണം. ദുനിയാവിൽ അതിരുകഴിഞ്ഞ ശുഗ്ല് ആഖിറത്തെ തൊട്ട് ഗാഫിലാക്കാൻ അത് കാരണമാണ്. ദുനിയാവിൽ അധികം ശുഗ്ലായി കഴിഞ്ഞാൽ ആഖിറത്ത് മറന്നു പോകും. അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയ അക്ബർ ഹമ്മിന വലാ മബ്ലഗ ഇൽമിന. ദുനിയാവിന്റെ ശുഗ്ല് നമ്മുടെ ആഖിറത്തിനെ ഗഫലത്താകുന്ന വിധത്തിൽ, നമ്മുടെ ഇൽമിനെ തൊട്ട് ഗഫലത്താകുന്ന വിധത്തിൽ ദുനിയാവ് ആകാൻ പാടില്ല. നമ്മൾ എപ്പോഴും ചിന്തിക്കുകയും ദുനിയാവിന്റെ മഹബത്തിനെ തൊട്ട് കാവലിനെ തേടുകയും വേണം. അതുപോലെ ദുനിയാവ് ഒരു അതിഥികൾക്ക് താമസിക്കാനുള്ള വീട് പോലെയാണ്. അത് ഗസ്റ്റ് ഹൗസ് പോലെയാണ്. അതിന് സമാധാനത്തിൽ നിൽക്കാണ് മുസാഫിറിനിക്ക് കുറച്ച് സമയം കഴിയുള്ളൂ. ഈ ദുനിയാവിൽ താമസിക്കുമ്പോൾ ഒരു മുസാഫിറിനെ പോലെ തന്നെ കാണണം. എന്നിട്ട് ഇവിടെ മുസ്തഖില്ലായി എപ്പോഴും താമസിക്കാനുള്ള സ്ഥലമല്ല, ഇവിടുന്ന് നമുക്ക് പോകാനുണ്ട്. അപ്പോ ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസം സഹിക്കേണ്ടി വരും എന്ന ഒരു ചിന്ത ആഖിറത്തിൽ രക്ഷ കിട്ടാൻ വേണ്ടി എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കൽ ഓരോ മുസൽമാന്റെ ബാധ്യതയാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീൻ 3-ാം വാല്യത്തിലൊക്കെ വിശദമായത് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ദുനിയാവുള്ള മഹബത്ത് നമ്മുടെ മനസ്സിലുണ്ടാകരുത്. ദുനിയാവിന്റെ മഹബത്ത് ദീനിനുള്ള മഹബത്ത് കുറക്കുന്നു. നമുക്ക് നിർബന്ധമായ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തൊക്കെയാണ്? അള്ളാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് എടുക്കുക എന്നതും, അതുപോലെ ഈ ഭൂമി ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ധാരാളം അള്ളാഹുവിന്റെ നേമത്തുകൾ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ മരണം ഓർത്തുകൊണ്ട് ധാരാളം ഇബാദത്ത് ചെയ്ത് ജീവിക്കുക എന്നതിനിക്ക് തടസ്സമായി ദുനിയാവിന് സ്നേഹം വന്നു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ദുനിയാവിന്റെ മഹബത്ത് എന്ന് പറയുന്ന മനസ്സിന്റെ വലിയ ഒരു രോഗത്തെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മനസ്സിൽ നിന്ന് ആ രോഗങ്ങളും അതുപോലെ മറ്റു രോഗങ്ങളൊക്കെ അള്ളാഹു ശുദ്ധിയാക്കി ഈമാനിന്റെയും ഇൽമിന്റെയും വെളിച്ചം കൊണ്ട് നമ്മുടെ മനസ്സുകൾ അള്ളാഹു തആല പ്രകാശിപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട മനസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മൾ പഠിപ്പിച്ച മുതാല ചെയ്ത ഗ്രന്ഥങ്ങളുടെ കിതാബുകളുടെ മുസന്നിഫീങ്ങളായ മഹത്തുക്കളെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ മാഫാക്കി തെരുമാറാകട്ടെ. നമ്മുടെ മനസ്സ് അള്ളാഹു തആല ശുദ്ധീകരിക്കട്ടെ. ബിസ്മില്ലാഹി അലാ ദീനി, ബിസ്മില്ലാഹി അലാ നഫ്സി വ ഉൽദി വ അഹ്ലി വ മാലി. അള്ളാഹുവിന്റെ നഫ്സുകളെയും നമ്മുടെ കിതാബുകളെയും അതുപോലെ നമ്മുടെ സമ്പത്തുകളെയും അതുപോലെ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഈമാൻ എല്ലാം അല്ലാഹു തആല അവന്റെ റഹ്മത്ത് കൊണ്ട് സലാമത്താക്കി തെരുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.